ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും മുത്തശ്ശിനെയാണ്. മുത്തശ്ശി, കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അല്ല, ഈ ആദർശ് ഭവൻ എന്തിട്ട് ചെയ്യാനാ? വേണി, നീ ഇങ്ങനെയൊന്നും ഈ സമയത്ത് പറയരുത് മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി. എൻ്റെ മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല. മുത്തശ്ശി ആദ്യം മനസ്സിലാക്കുക, പ്രൊഫസറുടെ കാര്യത്തിൽ എന്താ പറയുക, മുത്തശ്ശിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എൻ്റെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോഴേ പ്രൊഫസറിനെ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ നോക്കിക്കോ, മുത്തശ്ശിക്കറിയോ, ഇതുപോലത്തെ എത്ര കേസുകൾ ഡീൽ ചെയ്ത ആളാ എൻ്റെ അച്ഛൻ. അറിയോ മുത്തശ്ശിക്ക് അറിയോ? ഒരു കാര്യം പറയട്ടെ, അച്ഛൻ്റെ ഒരു പെങ്ങളുടെ മോനുണ്ട് കേട്ടോ കൊടകരയില്. അപ്പോൾ അവിടെ നടന്നൊരു കത്തിക്കുത്ത് കേസ്. പിന്നെ ഉണ്ടല്ലോ, ആ കത്തിക്കുത്ത് കേസിൽ കത്തി കൊണ്ട് കുത്തണ നേരത്താണ് പോലീസ് കൈയോടെ പിടികൂടിയത്. എന്നിട്ട് ആ രാത്രിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കോളറിന് പിടിച്ച് ഇറക്കിക്കൊണ്ട് വന്നു അവരുടെ മാമൻ. ആരാന്നറിയോ മുത്തശ്ശിക്ക്? ചാരങ്ങാട്ട് മഹാദേവൻ, എൻ്റെ അച്ഛൻ. അങ്ങനെയുള്ള ആളാ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ചെറുപ്പത്തിലൊരു സംഭവം ഉണ്ടായിട്ടോ. ചാവക്കാട് നടന്ന ഒരു ചാരായം വാറ്റ് കേസ്. അന്ന് ചാരായം വാറ്റി നട്ടിരുന്നത് എക്സൈസുകാർ കയ്യോടങ്ങ് പിടികൂടി. ഉണ്ടല്ലോ, ആ ചാരായം വാറ്റിയത് ആരാണെന്ന് അറിയോ മുത്തശ്ശിക്ക്? എൻ്റെ അച്ഛൻ്റെ പണിക്കാർ. ഫുൾ ടൈമിന് ആ ദിവസം തന്നെ അച്ഛൻ സിമ്പിളായിട്ട് എന്താ പറയുക, സ്കൂട്ടാക്കി ഇങ്ങ് കൊണ്ടുപോകുന്നേ. അതിപ്പോൾ വാട്ടായാലും കത്തിക്കുത്തായാലും കൊലപാതകമായാലും ഒക്കെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഇതൊക്കെ വെറും സിമ്പിൾ കാര്യമുള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്രൊഫസറെ അച്ഛൻ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരും. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു തന്നതേ അച്ഛനൊരു കിടുവാണ് എന്ന് മുത്തശ്ശിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുത്തശ്ശി വെറുതെ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഈ വേണിയല്ലേ പറയണത്, നമ്മളൊക്കെ ഇതൊക്കെ എത്ര കണ്ടിരിക്കണം മുത്തശ്ശി എന്ന് പറഞ്ഞ് ഒരു ആത്മവിശ്വാസമൊക്കെ കൊടുത്തിട്ട് വേണിയകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും ഒരാശ്വാസമൊക്കെ തോന്നി. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനും ഗ്യാങ്ങുകളും എല്ലാവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ മഹാദേവൻ മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ശേഖറും ശങ്കറും പിള്ളച്ചേട്ടനും ഗൗരിയും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരുടെയാണ്. ഇവർക്ക് ആർക്കും ഒന്നും കഥ മനസ്സിലായില്ല. പിള്ളച്ചേട്ടന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വന്നു. ശേഖറിനും മനസ്സിലായില്ല. അല്ല പിള്ളച്ചേട്ടാ, നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനിയിപ്പോൾ നമ്മുടെ ശങ്കറിൻ്റെ ഭാര്യയെ കൊണ്ട് ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യിക്കാനോ മറ്റോ ആണോ എന്നിങ്ങനെ ചോദിച്ചു ശേഖർ. അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുക. അച്ഛാ, അതാണോ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പം കലി ഇങ്ങനെ പൂണ്ട് നിന്നിട്ട് ഒന്നും മിണ്ടാതെ മഹാദേവൻ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി ചവിട്ടിത്തുള്ളി. അപ്പോൾ ശേഖരൻ കുഞ്ഞെ, അദ്ദേഹം കലിയുള്ളി നിൽക്കുക, ഒന്ന് സൈലൻ്റ് ആവുന്നത് ചിലപ്പം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ആ ശരി, വാ വിളച്ചേട്ടാ എന്ന് പറഞ്ഞ് ഇവരും അകത്തേക്ക് പോയി. പുറകെ തന്നെ നമ്മുടെ ഗൗരിയും ശങ്കറൂടെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ നന്ദിനി അമ്മേനെയും ആരതിയൊക്കെ കാണുന്നത്. അയ്യോ ആദർശേട്ടാ, എന്താ അമ്മേ, എന്താ പറ്റിയത്? എന്താ നിങ്ങളൊക്കെ ഇവിടെ? അച്ഛനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ശങ്കർ വിളിക്കുകയാണ്, ഗൗരി എന്ന് വിളിച്ചു. അപ്പോൾ അതെ അച്ഛൻ അവിടെ ഇരിക്കുന്നു. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരി വേഗം അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും ആദർശ് ഗൗരിയുടെ കൈക്ക് കയറി പിടിക്കുകയാണ്. ആദർശൻ എന്തിനാ എന്നെ തടയുന്നത്? എന്താ ആദർശേട്ടാ, നമ്മുടെ അച്ഛൻ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ആദർശേട്ടാ, എൻ്റെ കൈവിട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്ന് പോകണം. ഗൗരി, പോലീസിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ആദർശ് കൈ കയറി പിടിച്ചത്. ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതിൽ പോലീസുകാരുടെ പെർമിഷൻ എന്തിനാ എന്ന് ചോദിച്ചു. അപ്പം ഗൗരി പെട്ടെന്ന് കൈവിട്ടു. ഗൗരിയുടെ നമ്മുടെ അച്ഛൻ ഇപ്പം ഒരു കുറ്റവാളിയാ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ ഗൗരി ഞെട്ടിപ്പോയി. നമ്മുടെ അച്ഛൻ എന്താ തെറ്റാ ചെയ്തത്? എന്താ ആദർശേട്ടാ ഈ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ മഹാദേവനും ശേഖറും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനും ഒക്കെ കൂടി എന്നിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പോലീസുകാരൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ധ്രുവൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശ്യാം സാറിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വയം വന്ന് കീഴടങ്ങിയതാണ്, ഞങ്ങളായിട്ട് അറസ്റ്റ് ചെയ്തതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിപ്പോയി കേട്ടോ. ധ്രുവം മരിച്ചെന്നോ എന്ന് ചോദിച്ചു നമ്മുടെ ശങ്കറിനും അതിശയായിപ്പോയി. അച്ഛാ, ഇതെന്തോ തട്ടിപ്പുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ശ്യാം സാറിനെ പോലെ പാവം പിടിച്ചൊരു മനുഷ്യൻ ധ്രുവനെ എന്ത് ചെയ്യാനാ? അതൊന്നും ചെയ്യില്ല, അതൊക്കെ ചുമ്മാ കള്ളക്കളിയാ. നിങ്ങൾ എന്തൊക്കെയാ സാറേ ഈ പറയണത്? ശ്യാം സാറ് അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. എടാ കുട്ടിശങ്കര, നീ ഒന്നും മിണ്ടാതെ അവിടെ നിന്നേടാ എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ സാറിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. FIR എഴുതി കഴിഞ്ഞോ എന്ന് ചോദിച്ചു.
ഏ കമ്പ്യൂട്ടർ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. സാറ് വന്നിട്ട് ആകാമെന്ന് വിചാരിച്ചാ മാറ്റി വെച്ചത് എന്ന് പറയാണ്. വാദ്യാര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പുലച്ചേട്ടൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒരു കുലുക്കം ഇല്ലാതെയാണ് ശ്യാമിൻ്റെ ഇരിപ്പ് കേട്ടോ. എന്തൊട്ടായാലും അതേതായാലും നന്നായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം പ്രൊഫസർ പറഞ്ഞേക്ക് വിട്ടേക്ക്, നമുക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞു. തനിക്ക് ഒരു പ്രതിനെ കിട്ടിയാൽ പോരെ, അത് ഞാൻ സെറ്റ് ചെയ്തോളാം, സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മോളെ ഗൗരി, ദേ ഇതൊന്നും കണ്ട് നീ അതൊന്നും പേടിക്കണ്ട കേട്ടോ. നമ്മുടെ പ്രൊഫസർക്ക് എന്തോ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാ, അതൊന്നും കാര്യമാക്കണ്ട. വാദ്യാരെ, മഹാദേവ സാർ ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അച്ഛാ എന്ന് ചോദിച്ചോ. പ്രശ്നമോ? എന്ത് പ്രശ്നം? എടാ അതെ, ഇവർക്ക് ഒരു പ്രതിനെ നമ്മൾ അങ്ങ് കൊടുക്കും, പിന്നെ കേസ് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും. പിന്നെ അതോർത്ത് നിങ്ങൾ രക്ഷടിക്കൊന്നും വേണ്ട കേട്ടോ. ശേഖരനെ നമ്മുടെ ഇരിങ്ങാലക്കുടി ബാറിൽ വിളിച്ചിട്ട് പീറ്ററിനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ? വരുമ്പം 1 മാസം നിൽക്കാനുള്ള സെറ്റപ്പും വേണമെന്ന് അവനോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പീറ്ററിൻ്റെ വീട്ടിൽ ഒരു 5 ലക്ഷം രൂപ ഇന്ന് തന്നെ എത്തിക്കണം കേട്ടോ പിള്ളേ എന്ന് പറഞ്ഞു. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മരുമോനെ, നന്ദിനിയമ്മേ എന്ന് വിളിച്ചു മഹാദേവൻ. മോളെ ആരതി, ഒന്നുകൊണ്ടും മക്കൾ വിഷമിക്കണ്ട കേട്ടോ, എല്ലാം നമുക്ക് ശരിയാക്കാം. നിങ്ങൾ പ്രൊഫസറേയും കൂട്ടിക്കൊണ്ട് വേഗം വീട്ടിലേക്ക് വിട്ടോന്നേ, സമാധാനമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പക്ഷേങ്കിൽ നമ്മുടെ പ്രൊഫസർ മാത്രം ഒരു അനക്കവുമില്ല, കരിങ്കലിന് കാറ്റ് പിടിക്കുന്നത് പോലെ ആളങ്ങനെ ഇരിപ്പാണ്. ഒന്നങ്ങോട്ട് മാറിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാദേവനടുത്ത് പ്രൊഫസറുടെ അടുത്ത് പോയിരിക്കാം. എന്നാലും എൻ്റെ പ്രൊഫസറെ, നിങ്ങളാൾ കൊള്ളാട്ടോ, നമ്മളെ ഇപ്പോഴാണ് ശരിക്ക് കുടുംബക്കാരായത് അല്ലട പിള്ളേ എന്ന് ചോദിച്ചു മഹാദേവൻ. വാദ്യാരും ഇദ്ദേഹവും ഇപ്പം ഒരു വേവ് ലെങ്ത് ആയെന്നേ പറയൂ. ഒരേ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തട്ടാ എന്ന് ചോദിച്ചു. ഓ, ചേരുംപടിയായെന്ന് പറഞ്ഞു. ആ അത് തന്നെ. അപ്പം മഹാദേവൻ ഒന്നും മിണ്ടാതെ മഹാദേവൻ ഇങ്ങനെ ചറപറ പറയുന്നുണ്ട്. ശ്യാം സാറ് മിണ്ടുന്നില്ല. പ്രൊഫസറ്, അപ്പം സമയം കളയണ്ട, വേഗം തന്നെ അങ്ങ് വിട്ടോ എന്ന് പറഞ്ഞു. വാദ്യാർക്ക് ഒരനക്കമില്ലല്ലോ എന്ന് പറയാണ് പിള്ളച്ചേട്ടൻ. അച്ഛൻ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു നമ്മുടെ ഗൗരി. ശ്യാം സാറേ എഴുന്നേക്ക്, നമുക്ക് പോവാം എന്ന് ശങ്കറും പറഞ്ഞു കേട്ടോ. അപ്പോഴും മിണ്ടാതിരിക്കുകയാണിങ്ങനെ ആരൊന്നും അറിയാത്ത മട്ടില്ല. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. ആദർശ് ചെന്നിട്ട് അച്ഛാ വരൂ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഇല്ല എന്നുള്ള മട്ടിൽ തലയാട്ടി. അപ്പോൾ ഇത് നേരത്തെ ആദർശിനറിയായിരുന്നു അച്ഛൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആദർശ് അധികം ഒന്നും സംസാരിക്കാൻ നിന്നില്ല. മരുമോനെ, ഈ പ്രൊഫസർക്ക് എന്തൊട്ടാ പറ്റിയത് എന്ന് ചോദിച്ചു. എന്നെ രക്ഷിക്കാൻ ആരും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയതാണ്, ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ സ്റ്റക്കായി പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ശേഖരനാണെ കലി വന്നിട്ട് പാടില്ല. എടോ പിള്ളേ, ഇയാൾ എന്തിട്ടൊക്കെ ഈ പറയണത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു പ്രൊഫസറെ, എന്തിട്ടാ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ മനുഷ്യ? ഇങ്ങനെ നിങ്ങളെ ഈ കുറ്റം ഏറ്റെടുത്താൽ ജയിലിലേക്കാണ് പോവാം, അത് മറക്കണ്ട. എന്താ അത് മറന്നു പോവോ? ജയില് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ പ്രൊഫസർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ, നശിച്ചു പോകും, തീർന്നു പോകും. ഒരുമാതിരി പിള്ളേരെ പോലെ വാശി പിടിക്കാതെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയ പ്രൊഫസറെ ഇവിടുന്ന്. കറക്റ്റ് സമയത്ത് സംഗതി ഞാൻ അറിഞ്ഞത് കൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു. ദേ നമ്മുടെ ഇരിങ്ങാലക്കുഴന്നൊരു ഗടി വരുന്നുണ്ട്, അവൻ മിടുക്കനാന്നേ, ഈ കേസ് അവൻ അങ്ങ് ഏറ്റെടുത്തോളും. അതുകൊണ്ട് ഒരു കാര്യം വേണ്ട, പ്രൊഫസർ നല്ല ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നേ. എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്കതിനുള്ള ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ്. മഹാദേവന് കലി വരുന്നുണ്ട് കേട്ടോ. എന്ത് പറയാനാ? ശ്യാമേട്ടാ, നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു. ശങ്കറിൻ്റെ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്ക്, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ശ്യാമേട്ടൻ ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. ഞാനൊരു കുറ്റവാളിയാ, എനിക്ക് എങ്ങനെയാണ് നന്ദിനി നിങ്ങൾക്കൊപ്പം എന്താ പറയുക മടങ്ങി വരാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരാകപ്പെട്ടു. അപ്പം മോളെ ഗൗരി, നീ നിൻ്റെ അച്ഛൻ നമ്മളോട് എന്തിനാ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചു. നീ എത്ര തവണയായി ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കണത്? ശ്യാം സാറേ, നീക്ക് എന്തൊട്ടാ പറ്റിയത്? കേസ് സിമ്പിളായിട്ട് അച്ഛൻ സോൾവ് ചെയ്ത് തന്നില്ലേ? ശ്യാം സാർ ആരോടാ ഈ വാശി പിടിക്കണത്? ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്, ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലായി. ഗൗരിമോളെ,
ദേ നീ നിന്റെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്. അല്ലാതെ എന്തൊട്ടിനാ ഇയാള് എല്ലാം നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണത്? അറിയോ, പ്രൊഫസർ ശ്യാമപ്രസാദിനെ ബന്ധുവാണ് എന്ന് ഓർത്തിട്ടേ എനിക്ക് ഇതുവരെ ഒരു അഭിമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ദേ ഇപ്പൊ കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കണു. എന്നിട്ട് രക്ഷപ്പെടുത്താൻ നോക്കുമ്പം അങ്ങേർക്ക് പറ്റില്ല. എൻ്റെ പൊന്നു പ്രൊഫസറെ, നിങ്ങൾ എന്തൊട്ട് മനുഷ്യനായത് എന്ന് ചോദിച്ചു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ. എടാ പിള്ളേ, ദേ ഇയാളൊരക്ഷരം മിണ്ടണില്ല കേട്ടോ. ഇയാൾക്ക് എന്താ പറ്റിയത്? എടാ കുട്ടിശങ്കര, നിന്റെ ഈ ശ്യാം സാറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുൻ്റെ കുട്ടിശങ്കര എന്ന് പറഞ്ഞു. എൻ്റെ ശ്യാം സാറേ, ശ്യാം സാറിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അച്ഛൻ പറയണതൊന്ന് അനുസരിക്കുക എൻ്റെ ശ്യാം സാറേ. എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു ശ്യാമ. അപ്പം ശ്യാമിനോട് ഇങ്ങനെ ഓരോരുത്തർ മാറി സംസാരിക്കുക. വാദ്യാരെ, നിങ്ങൾ പണി ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ശേഖരൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അയ്യോ അച്ഛാ, ഇരിങ്ങാലക്കോട് ബാറിന്നാണ് വിളിക്കണത്. എന്താ പറയേണ്ടത്? അവനോട് കയറാൻ പറയണോ? അതെ, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം എന്നൊന്ന് പറയടാ എന്ന് പറഞ്ഞു. അപ്പം ശേഖർ ഫോൺ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാവരും ബാക്കി ഇപ്പോൾ ഉണ്ട്. പ്രൊഫസറെ, നിങ്ങളുടെ മോളുടെ ഗൗരീനെ ഞങ്ങൾ നല്ല രീതിയിലാണ് നോക്കണത്. അവൾക്കൊരു കുറവും വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എൻ്റെ കുടുംബത്തിന് തന്നെ അപമാനമായി ഉണ്ടാക്കി വെച്ചിരിക്കണത് അറിയാലോ നിങ്ങൾക്ക്. ദേ പ്രൊഫസറ്, ഈ ചാരങ്ങാട്ട് മഹാദേവനെ മാനക്കേട് ഉണ്ടാക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. തൽക്കാലം ഞാൻ പറയണത് പ്രൊഫസർ അനുസരിച്ചേ പറ്റുള്ളൂ. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. പോലീസിനെ പ്രതിയാ ആവശ്യം. ആ പ്രതിനെ ഞാൻ അങ്ങ് കൊടുത്തോളാം. ഈ കേസിൻ്റെ കാര്യം കൊടുത്ത് ഇനി പ്രൊഫസറ് യാതൊരു ടെൻഷൻ്റെയും ആവശ്യമേ ഇല്ല പ്രൊഫസറെ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഈ പ്രൊഫസർക്കൊന്ന് മനസ്സിലാക്കിക്കോടു. പിന്നെ ഇയാൾ സമ്മതിക്കാണ്ടേ എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ദേ ഈ പ്രൊഫസറെ ഈ കേസിൽ അകത്ത് പോയാലുണ്ടല്ലോ, എനിക്ക് പാർട്ടി തരാൻ പോണ സീറ്റിന് വരെ അത് ബാധിക്കും, അറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രൊഫസറെ, നിങ്ങൾ കാരണം എനിക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ പ്രൊഫസറെ, പിന്നെ എൻ്റെ മരണം വരെ ഞാനത് ക്ഷമിച്ചു എന്ന് വരില്ല കേട്ടോ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ ആകെ കലി പൂണ്ടു. അപ്പോൾ അതാണ് മഹാദേവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് മഹാദേവനും പിള്ളച്ചേട്ടനും പോലീസുകാരനോട് അതേണ്ട നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ശങ്കർ നേരെ നമ്മുടെ ശ്യാം സാറിൻ്റെ അടുത്ത് ചെന്നിട്ട്, ശ്യാം സാറേ ഒന്ന് പറയുന്ന മനസ്സിലാക്കുക, ഇപ്പോഴും ശ്യാം സാറിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചു ശങ്കർ. അപ്പോൾ വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നത്. അപ്പോഴും ശ്യാമ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് മരക്കുറ്റി പോലെ. അച്ഛനെന്താ ഇങ്ങനെ? എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു ഗൗരി. അപ്പോൾ ഇതേണ്ട പുറത്ത് പോയി നിൽക്കുകയാണ് നമ്മുടെ ശേഖറും അതുപോലെ തന്നെ അച്ഛനും പിള്ളച്ചേട്ടനും. അച്ഛാ, ഇലക്ഷനാണ് കേട്ടോ വരുന്നത്. ഇത് ഞാനൊരു കാര്യം പറയാട്ടോ, ഇതെങ്ങാനും പത്രക്കാരുടെ ചെവിയിലെത്തിയാൽ പിന്നെ അച്ഛൻ്റെ സീറ്റിൻ്റെ കാര്യം നോക്കണ്ട ഗോവിന്ദ. തൃശ്ശൂർ അവർ വല്ല സീറ്റ് കൊടുക്കൂട്ടോ, വേറെ വല്ലവരും കയറും. അച്ഛൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. വടക്കടേൻ്റെ കന്നാലി, അതിനെ ഈ ചാരങ്ങാട്ട് മഹാദേവനെ നിസ്സാരമായിട്ട് പറിച്ചെടുത്ത് കളയാനേ പാർട്ടിക്ക് പറ്റില്ല. പിന്നെയുണ്ടല്ലോ, എൻ്റെ സമുദായമാണ് എൻ്റെ ശക്തി. ആ സമുദായം എൻ്റെ കൂടെ നിൽക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇദ്ദേഹത്തെ വെട്ടിക്കാനായിട്ട് ആർക്കും പറ്റത്തുമില്ല. എന്നാലും ഇദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞു. പത്രക്കാരും TV ചാനലുകാരും അറിഞ്ഞാലുണ്ടല്ലോ, നമുക്കതൊരു വലിയ നാണക്കേടായി മാറും. എൻ്റെ പൊന്നോ, എന്തിട്ടാ പറയുക, എങ്ങനെയൊക്കെയോ ആ വനിതാ സംഘടനക്കാരെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നതായിരുന്നു ഞാൻ. ഇപ്പോൾ എന്തിട്ടാടോ പിള്ളേ, ഒരു സൈഡിൽ കൂടെ കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടുവരുമ്പോൾ ഈ പ്രൊഫസർ എന്തിട്ട് പണിയായി കാണിക്കണത്. എനിക്ക് വയ്യ. ഇദ്ദേഹം വാദ്യാരോടൊന്ന് തഞ്ചത്തി സംസാരിച്ച് നോക്കാം. വാദ്യാർക്ക് ഇപ്പോഴും കാര്യങ്ങൾ പിടികിട്ടിയ മട്ടില്ല. ഇദ്ദേഹം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കണം. എടോ പിള്ളേ, താൻ എന്തുട്ടാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ പ്രൊഫസറുടെ കാല് പിടിക്കണമെന്നോ? അതിപ്പം നമ്മുടെ ആവശ്യമായി പോയില്ലേ? ഈ പ്രൊഫസർ എന്തിട്ട് മനുഷ്യനല്ലേ? ഓരോരുത്തർ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഈ വട്ടം പ്രൊഫസർ എൻ്റെ പൊന്നോ രക്ഷപ്പെടുത്താൻ പോലും സമ്മതിക്കണില്ല. അച്ഛാ, ഇനി മറ്റേ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് പ്രൊഫസറെ കാണാൻ കാശ് വാങ്ങിയിട്ടുണ്ടാവോ എന്ന് ചോദിച്ചു ശേഖരൻ. നമ്മുടെ അച്ഛൻ്റെ ഇമേജ് കളയാനായിട്ട് മിക്കവാറും പ്രൊഫസർ പണിയണതാണെങ്കിലോ?
ഒന്ന് പോയടാ അവിടുന്ന്. സ്വന്തം കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേടിനെ പറ്റിയിട്ടും മക്കളെ പറ്റിയും ഒരു ചിന്തയില്ലാത്ത അയാളാണ് എനിക്കിട്ട് പണിയണത്. എൻ്റെ പൊന്നോ, അയാൾ മറ്റേ ഹരിചന്ദ്രൻ കളിക്കുന്നതാ, അല്ലാണ്ടെന്താ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? കാലിൽ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല മഹാദേവന്. പക്ഷേങ്കിൽ എങ്ങനെയും ഈ ശ്യാമിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയേ നമ്മുടെ മഹാദേവന് പറ്റുള്ളൂ, കാല് പിടിച്ചിട്ടാണെങ്കിലും. അല്ലെങ്കിൽ മഹാദേവൻ്റെ ഇമേജിനാണ് ഏറ്റവും അധികം ബാധിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരിനെയും ശങ്കറിനെയും ഒക്കെയാണ്. അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്യാം സാറിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. മനുഷ്യർക്ക് സ്ഥായിയായൊരു സ്വഭാവമില്ല. പല സമയത്തും മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും മോളെ. ദേഷ്യം കൊണ്ട് സ്വയം ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ചില സമയങ്ങളിൽ കൈവിട്ട് പലതും ചെയ്തെന്നിരിക്കും മോളെ. അങ്ങനെ സംഭവിച്ചതാ എന്ന് പറഞ്ഞു. അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. ധ്രുവൻ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞതേയില്ല. അന്നേരം എനിക്ക് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ. എന്തിനാച്ചാ ഇങ്ങനെ കള്ളം പറയണത്? എൻ്റെ അച്ഛൻ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ എന്ന് ചോദിച്ചു ഗൗരി. അപ്പോൾ നമ്മുടെ ശങ്കർ പറയുകയാണ്, എൻ്റെ പൊന്ന് ശ്യാം സാറേ, ആ ധ്രുവൻ ഒരു വാഷ് ഔട്ട് ടൈമായിരുന്നു. ആ റൊട്ടിക്കിടാവ് തട്ടിപ്പോയത് നന്നായിട്ടോ. കാരണം എന്തിട്ടാണെന്നറിയോ? ഒന്നല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് അവൻ തട്ടിപ്പോണ്ട ടീമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ശ്യാം സാർ എന്തിനാ ജയിലിൽ പോണത്? ശ്യാം സാറിനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാനായിട്ടാണ് അച്ഛൻ വന്നിരിക്കണത്. കേസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കോളൂ കേട്ടോ. ശ്യാം സാർ തൽക്കാലം ഒന്നും അറിയണ്ട, ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ഈ ലോക്കപ്പും ജയിലും ഒക്കെ ശ്യാം സാർ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി പരിപാടിയൊന്നും അല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ. ആദർശേട്ടാ, നമ്മൾ പറയുന്നൊന്നും അച്ഛൻ എന്തായി കേൾക്കാത്തത്? അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണത്? ആദർശേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം വേണ്ട ആദർശ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. ദേ കണ്ടില്ല ശ്യാം സാറേ, പാവ അളിയൻസ് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുക. ഈ നന്ദിനി അമ്മയൊക്കെ ഇരിക്കണ കരയണ കരച്ചിൽ കണ്ടോ? ശ്യാം സാർ എന്താ ഗൗരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഇവരുടെയൊക്കെ കണ്ണീര് കണ്ടിട്ടും ശ്യാം സാറിൻ്റെ മനസ്സെന്താ അലിയാത്തത് എന്ന് ചോദിച്ചു. ഇത്രയും സിമ്പിളായിട്ട് ഊരിപ്പോരാൻ പറ്റിയിട്ടും എന്തിനാ ഊരിപ്പോരാതിരിക്കണേന്നാ ഇങ്ങനെ വാശി പിടിച്ച് കടിച്ചതും കൊണ്ട് ഒരു ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തട്ടാ, ആരെ കൊണ്ടാ ഇപ്പോൾ വിളിച്ച് പറയേണ്ടത്? പ്രധാനമന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കണോ? അതിനു വേണ്ടിയിട്ടാണോ? എന്താ ശ്യാം സാറേ ഇത് എന്ന് ചോദിച്ചു. ശങ്കരേ, നീ പറ്റുമെങ്കിൽ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരാളെ ഞാൻ കൊന്നു. ഇനി ഞാനത് എങ്ങനെ മാറ്റി പറയാം. ഇതേ ശ്യാം സാറേ, വലിയ സത്യസന്ധനും യുധിഷ്ഠനും കളിക്കരുതിട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഇതേ നിസ്സാര കേസൊന്നും അല്ല കേട്ടോ, കൊലക്കേസാണ്. പിന്നെ ചെറിയ കാര്യമല്ല കേട്ടോ, പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഊരിപ്പോരാൻ നോക്ക്. അല്ലെങ്കിൽ മുന്നോട്ട് പോയാലുണ്ടല്ലോ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്നൊന്നും വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ എനിക്കെന്നെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ടേ കഴിഞ്ഞില്ല. എന്താ പറഞ്ഞത്? ശ്യാം സാറിന് ദേഷ്യം വന്നോ? ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നോ? ഞാൻ ഗൗരിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പണിയാണ് ഒപ്പിച്ചത്. എന്നിട്ട് അപ്പോഴൊന്നും ശ്യാം സാറിന് ഈ ദേഷ്യം കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇത്രയും ദേഷ്യം വന്നത്? പിന്നെ എങ്ങനെയാ ശ്യാം സാറേ എന്ന് ചോദിച്ചു. അപ്പം അത്തേരും കുറേ നേരം ഉണ്ടായിരുന്നിട്ട്, അതെ ഇതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേ. ഇപ്പം നമ്മൾ ഇതൊന്നും അല്ല സംസാരിക്കേണ്ടത്. ആദ്യം ഈ കേസിൽ നിന്ന് ഊരി പുറത്തു വരാൻ നോക്ക്, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. വെറുതെ എല്ലാവർക്കും നാണക്കേടുണ്ടാക്കാതെ എത്രയും വേഗം ഈ കേസിൽ നിന്ന് തലയൂരാനുള്ള വഴി നോക്കിട്ടോ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ നോക്കിക്കോളും. ദേ ശ്യാം സാർ ഒരു ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം തന്നെ കുറേ നേരം എഴുന്നേട്ടാ. അല്ല ശങ്കർ, ഞാനിത് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് വിട്ടേര്. ശങ്കർ എനിക്ക് പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരണം. ഗൗരിയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അച്ഛനെ എനിക്ക് ഈ അവസ്ഥയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒന്നും സങ്കടം എന്താ അച്ഛാ കണ്ടില്ല എന്ന് നടക്കുന്നത്? അച്ഛനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ. ദേ അച്ഛൻ അമ്മയൊന്ന് നോക്കച്ഛ എന്ന് പറഞ്ഞു. അപ്പം നന്ദിനിയമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്.
അമ്മ ഓർത്ത് എങ്കിലും അച്ഛൻ ആ കേസ് ഒഴിവാക്കി ഒന്ന് വാ. നമ്മൾ കുട്ടികൾ പറയുന്നതൊന്ന് അനുസരിക്കണ്ടേ ശ്യാമേട്ട? എന്തിനാ എന്തിനാ നിങ്ങളിങ്ങനെ ദുർവാശി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ദുർവാശി കാണിക്കുന്നത് എന്ന് ചോദിച്ച് ഇവരാകെ സങ്കടത്തിൽ നിന്ന് കരയാണ്. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.